ക്രിസ്മസ് എപ്പോഴും സന്തോഷത്തിൻ്റെ കാലഘട്ടം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പുൽക്കൂടൊരുക്കി ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈശോയുടെ ജനനത്തിന് വേണ്ടി, ഉണ്ണീശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടം. വിശുദ്ധ ജെറോമിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സ്വപ്നം, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സ്വപ്നം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സ്വപ്നത്തിൽ ജെറോമിന് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുകയാണ്. ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നു. ജെറോം ഇങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നല്ല തീക്ഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഉണ്ണീശോ ജെറോമിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ജെറോം പറയുന്നതിനിടയിൽ ഉണ്ണീശോ ചോദിച്ചു, ക്രിസ്മസ് എൻ്റെ ജന്മദിനമാണല്ലോ, നീ എനിക്കെന്ത് സമ്മാനം തരും? നീ എനിക്കെന്ത് സമ്മാനം തരും? സാധാരണ സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും ഈശോയോട് നമ്മൾ ചോദിക്കുമ്പോൾ ഈശോ ഇതാ ജെറോമിനോട് ചോദിക്കുകയാണ്, ഈ ക്രിസ്മസിൽ നീ എനിക്കെന്ത് സമ്മാനം തരും? അപ്പോൾ ജെറോമിന് വലിയ സന്തോഷമായി. ഈശോയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, അപ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കണം, ഏറ്റവും വിലയുള്ളത് കൊടുക്കണം. അപ്പോൾ ഉണ്ണീശോയോട് ജെറോം പറഞ്ഞു, എൻ്റെ എല്ലാമായി എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഉണ്ണീശോ ഒരു കണ്ടീഷനും കൂടെ വെച്ചു. അതേ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി, നീ എനിക്ക് തരുന്ന സമ്മാനം അത് നിനക്കുള്ളതും എനിക്കില്ലാത്തതുമായിരിക്കണം. നിനക്കുള്ളതാകണം, എനിക്കില്ലാത്തതായിരിക്കണം. അപ്പോൾ നിന്റെ ഹൃദയം, അത് ഞാൻ തന്നത്, എനിക്ക് ഹൃദയമുണ്ട്, അപ്പം നിനക്കുള്ളതാണ്, എനിക്കില്ലാത്തതാകണം. അപ്പോൾ ജെറോം ഇങ്ങനെ ആലോചിച്ചു, പിന്നെ എന്തു കൊടുക്കും? ജെറോം ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്ത, ഇത്രയും നാള് താൻ ചെയ്തിട്ടുള്ള ഒത്തിരി നന്മയുടെ പ്രവൃത്തികളുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം കൂട്ടി ഒരു നല്ല ഗിഫ്റ്റ് ബോക്സിൽ പൊതിഞ്ഞ് ഉണ്ണീശോയെ ഞാൻ നിനക്ക് തരാം. അപ്പോൾ ഉണ്ണീശോ വീണ്ടും ജെറോമിനോട് പറഞ്ഞു, ഇതേ ഈ നന്മയുടെ പ്രവൃത്തികൾ ചെയ്യാനുള്ള പ്രചോദനം നൽകിയത് ഞാനാണ്. അപ്പോൾ ആ പ്രവൃത്തികൾ എൻ്റെതാണ്, അതെനിക്ക് സമ്മാനമായിട്ട് തരാൻ പറ്റില്ല. അപ്പം ജെറോം ഇങ്ങനെ ഒത്തിരി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണീശോ ജെറോമിനോട് പറഞ്ഞു, നിനക്കുള്ളതും എനിക്കില്ലാത്തതുമായത് നിന്റെ പാപങ്ങളാണ്. ഉണ്ണീശോ ജെറോമിനോട് പറയുകയാണ്, നിന്റെ പാപങ്ങളുടെ ഭാരമെല്ലാം ഇതേ ഒരു കൊച്ചു ബോക്സിൽ പൊതിഞ്ഞ് അതെനിക്ക് തന്നേക്ക്, ഞാനത് ഏറ്റെടുത്തു കൊള്ളാം. അങ്ങനെ നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഈ ക്രിസ്മസ് നാളിൽ കൈവരട്ടെ.